ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഘർ പേഡ് ഓർ താരി കി യാദ് എന്ന ലോക് കഥയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് युद्ध के शिकार लोगों को कौन कौन सी परेशानियां झेलनी पड़ती है എന്നുള്ളതാണ്. അതായത് യുദ്ധത്തിനിരയായിട്ടുള്ള ആളുകൾ, യുദ്ധം നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഝേൽനാന്ന് വെച്ചാൽ സഹിക്കുക എന്നാണ്. അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് युद्ध में लोगों के घर और मकाने नष्ट हो जाती है. യുദ്ധത്തിൽ എന്താണ്, ആളുകളുടെ വീടും അതുപോലെ തന്നെ മക്കാൻ എന്ന് വെച്ചാൽ ബിൽഡിങ്, അപ്പം വീടും അതുപോലെ തന്നെ ബിൽഡിങ്സ് ഒക്കെ നഷ്ടമാകും അല്ലെങ്കിൽ നശിച്ചു പോകും. കൈ ലോഗോ കി മൗത്ത് ഹോ ജാത്തി ഹെ, എന്താണ്, ഒരുപാട് വ്യക്തികളുടെ മൗത്ത് എന്ന് വെച്ചാൽ മരണം, അപ്പം മരണം സംഭവിക്കും. जो लोग बच जाते हैं उन्हें भी अपने घर वालों से बिछड़ना पड़ता है. അങ്ങനെ ഇനി കുറെ പേര് മരിക്കും. അതുകൂടാതെ രക്ഷപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ, ബച്ച് ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുക. അപ്പം അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കും പലപ്പോഴും തങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് സെപ്പറേറ്റ് ആവേണ്ടതായിട്ട് വരും. ബിച്ഛഡ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പം വീട്ടുകാരുടെ അടുത്ത് നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ഫസലെ നഷ്ട് ഹോ ജാനെ കെ കാരണം ലംബे वक्त तक भूखा रहना पड़ता है और कई बीमारियां भी लोगों के बीच ഫേൽ ജാത്തി ഹെ. അപ്പോൾ ഫസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിളവുകൾ. അപ്പോൾ ആളുകൾ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ. അങ്ങനെ കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു, വിളവുകളൊക്കെ നശിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഉണ്ടാവുക, ലംബേ വക്തക്, അതായത് ഒരു നീണ്ട കാലയളവോളം ഭൂക്ക രഹനപ്പെടുത്ത ഹെ. ഭൂക്ക രഹനപ്പെടുത്ത ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നിരിക്കേണ്ടതായിട്ട്, അതായത് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ ബീമാരിയ ബി ലോഗോ കെ ബീച്ച് ഫേൽ ജാത്തി ഹെ. പലതരത്തിലുള്ള ബീമാരിയ, അസുഖങ്ങളും ആളുകളുടെ ഇടയിൽ ഫേൽ ജാത്തി ഹെ എന്ന് പറയുമ്പോൾ എന്താണ്, സ്പ്രെഡ് ചെയ്യും, വ്യാപിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हम किसी तरह पहुंच जाएंगे इस कथन से बच्चों का कौन सा मनोभाव प्रकट होता है. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും എത്തും, നമ്മുടെ വീട്ടിലെത്തും എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ഈ ഒരു സെന്റൻസിൽ നിന്ന് കുട്ടികളുടെ ഏത് തരം മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ യഹ ബച്ചോ കി പ്രത്യാശ ദിക്തി ഹെ. ഇവിടെ എന്താണ്, കുട്ടികളുടെ മനസ്സിലുള്ള പ്രത്യാശയാണ് കാണാനായിട്ട് കഴിയുന്നത്. യഹ ബച്ചോ കി കിസി ബി ഹാലത് മേ ഹാർ ന മാനനെ കാ മനോഭാവ് പ്രകട്ട് ഹോത്താ ഹെ. ഇവിടെ കുട്ടികളുടെ ഏതൊരു സാഹചര്യത്തിലും, കിസി ബി ഹാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏതൊരു സാഹചര്യത്തിലും എന്താണ്, ഹാർ ന മാനനെ കി, അതായത് തോൽവി സമ്മതിക്കില്ല എന്നുള്ള മനോഭാവമാണ് പ്രകടമാകുന്നത്. ഹാർ ന മാന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവി സമ്മതിക്കാതിരിക്കുക. നമ്മൾ എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്തും എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചെ ക്യോ പരേഷാൻ ഹെ. കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രബിൾഡ് ആയിട്ടിരിക്കുന്നത്, കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. കാരണം അവര് പുതിയതായിട്ട് എത്തിയ സ്ഥലത്ത് അവർ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു, ആളുകളൊക്കെ അവരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട്, അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ബच्चे अपने घर जाना चाहते हैं, उनको अपने देश, घर और माता पिता की यादें सता रही है, इसलिए वे परेशान है. അപ്പം എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ട്രബിൾഡ് ആയിട്ടിരിക്കുന്നത്, അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബच्चे अपने घर जाना चाहते हैं, കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. उनको अपने देश, घर और माता पिता की यादें सता रही है. അപ്പം അവരെ എന്താണ്, അവരുടെ രാജ്യം, അതുപോലെ തന്നെ വീട്, അതുപോലെ അമ്മയച്ഛനും അവരുടെ പേരൻസ്, അവരെയൊക്കെ കുറിച്ചിട്ടുള്ള, വീടിനെയും നാടിനെയും അമ്മേനച്ഛനൊക്കെ കുറിച്ചിട്ടുള്ള യാദേ എന്ന് വെച്ചാൽ ഓർമ്മകള്, സത്താ രഹി ഹെ എന്ന് വെച്ചാൽ അലട്ടുന്നുണ്ട് എന്നാണ്. ഇസ്ലിയെ വേ പരേഷാൻ ഹെ, അതുകൊണ്ടാണ് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഉൻഹെ ഖാനെ और रात बिताने के लिए जगह मिलती रही, यहाँ शरणार्थियों के प्रति लोगों का कौन सा मनोभाव प्रकट होता है. അപ്പം ഈ കുട്ടികൾക്ക് എന്നും ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ രാത്രി സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലവും ഒക്കെ ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ സ്റ്റോറിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ശരണാർത്ഥികളായിട്ടുള്ള വ്യക്തികളെ പ്രതി അവിടെയുള്ള ആളുകളുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ യഹാ ശരണാർത്ഥിയോ കെ പ്രതി ലോഗോ കാ സഹാനുഭൂതി ബറ മനോഭാവ് ദിക്താ ഹെ. അപ്പൊ ഇവിടെ ശരണാർത്ഥികളെ പ്രതിയുള്ള വ്യക്തികളുടെ സഹാനുഭൂതി നിറഞ്ഞിട്ടുള്ള മനോഭാവമാണ് കാണാനായിട്ട് കഴിയുന്നത്. ലോഗ് ഉൻകി പരേശാനിയോ കോ സമജ്തേ ഹെ ഓർ ഉൻകി മദദ് ബി കർത്തേ ഹെ. അവിടെ അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരുടെ പരേശാനി, അവരുടെ ബുദ്ധിമുട്ടുകൾ കോ സമജ്തേ ഹെ, മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൻകി മദദ് ബി കർത്തേ ഹെ, അവരെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. മദദ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ अपने लक्ष्य पर पहुंचने का संकेत मिलने पर भाई बहन आंसू बहा रहे हैं, इसका कारण क्या होगा? അപ്പോ തങ്ങളുടെ ലക്ഷ്യത്തിലെത്തി എന്നുള്ള ഒരു സംഗീതം എന്ന് വെച്ചാൽ ഒരു ഹിന്റ് ലഭിച്ചപ്പോൾ ഈ ഭായിയും ബഹനും കരയാനായിട്ട് തുടങ്ങി. അതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ अपने लक्ष्य पर पहुंचने का संकेत मिलते ही दोनों भाई बहन आंसू बहाने लगे क्योंकि वे बहुत ही खुश हो गए थे. वे आखिर अपने घर पहुंचने वाले थे. അപ്പം ഈ വീടെത്താറായി അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം എത്തി എന്നുള്ള ഒരു ഹിന്റ് അവർക്ക് ലഭിച്ചപ്പോൾ അവർ കരയാനായിട്ട് തുടങ്ങി. ആസു ബഹാന എന്ന് വെച്ചാൽ എന്താണ്? കണ്ണീരൊഴുക്കുക. അപ്പൊ അവർ കരയാനായിട്ട് തുടങ്ങി. ക്യോക്കി, എന്തുകൊണ്ടെന്നാൽ വേ ബഹത് ഹി ഖുഷ് ഹോ ഗയേ ഥേ, അവര് വളരെയധികം സന്തുഷ്ടരായിരുന്നു. വേ ആഖിർ അപ്നെ ഘർ പഹുച്ച്നെ വാലേ ഥേ, അവസാനം അവരെന്താണ്? അവരുടെ വീട്ടില് എത്താൻ പോവുകയാണ്. അതിന്റെ സന്തോഷം കൊണ്ടാണ് കുട്ടികൾ കരഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ लेकिन हमारे दिल में खुशी की कोई उम्मीद नहीं है, उनकी जिंदगी से इस कथन का क्या संबंध है? അപ്പോൾ ഇവരുടെ പേരൻസിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇവരുടെ അച്ഛൻ ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ചുറ്റും വസന്തകാലം വന്നിരിക്കുകയാണ്, പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ മാത്രം സന്തോഷത്തിനുള്ള ഒരു ഉമ്മീദ് പോലും ഇല്ലല്ലോ, ഒരു എന്താണ് ഹോപ്പ് പോലും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിന് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതവും ഈ ഒരു സെന്റൻസും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. उस बूढ़े पति पत्नी के आसपास बहुत खुशी का मौसम था, വസന്ത് का मौसम. അപ്പം ആ പ്രായം ചെന്നിട്ടുള്ള ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അതിന്റെ ആസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും. ബഹത് ഖുഷി കാ മോസം ഥ, എന്താണ്? വളരെ സന്തോഷം നിറഞ്ഞൊരു ക്ലൈമറ്റ് ആണ്, ഒരു സീസൺ ആണ് അവിടെ ഉള്ളത്. വസന്ത് കാ മോസം, വസന്തകാലാണ്, പൂക്കളൊക്കെ വരുന്ന സ്പ്രിംഗ് സീസൺ ആണ്. पर उन दोनों के जीवन में खुशी नहीं थी क्योंकि वे अपने बच्चों से बिछड़ गए थे. അപ്പോൾ ചുറ്റും ഇത്ര സന്തോഷമുള്ള ഒരു സീസൺ ആണെങ്കിൽ കൂടിയും അവരുടെ ജീവിതത്തിൽ ദോനോക്കെ ജീവൻ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഖുഷി നെഹി ഥി, എന്താണ്? സന്തോഷം ഇല്ലായിരുന്നു. എന്തെന്ന് വെച്ചാൽ അവരവരുടെ കുട്ടികളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇസ്ലിയെ ഉൻഹോനെ കഹാ കി ഉൻകെ ദിൽ മേ ഖുഷി കി കോയി ഉമ്മീദ് ഹി നഹി ഹെ. അതുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞത് അവരുടെ ഹൃദയത്തിൽ എന്താണ്? ഖുഷി കി കോയി ഉമ്മീദ് ഹി നഹി ഹെ, സന്തോഷത്തിനായിട്ടുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല എന്ന്. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഹോപ്പ്, പ്രതീക്ഷ എന്നൊക്കെയാണ്, പ്രത്യാശ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം അവരുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഭായി ബഹൻ और माँ बाप के मिलन के वक्त प्रकृति भी खुश है, कहानी से कुछ उदाहरण पेश करें. അങ്ങനെ ഈ കുട്ടികൾ അവരുടെ പേരൻസിനെ മീറ്റ് ചെയ്ത സമയത്ത് പ്രകൃതിയും വളരെ സന്തോഷത്തിലായിരുന്നു. ഇത് കാണിക്കുന്ന എക്സാമ്പിൾസ് സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ സുബ ഉൻകെ പേड़ की शाखाओं में दो पक्षी बहुत मिठास के साथ गा रहे थे. രാവിലെ തന്നെ അവരുടെ വീടിന്റെ മുറ്റത്തുള്ള ആ ഒരു മരത്തിന്റെ ചില്ലകളിൽ രണ്ട് പക്ഷികൾ വളരെ സ്വീറ്റ് ആയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. താരാ ഭി പത്തിയോ കെ ബീച്ച് പെഹലെ സെ കഹി ജ്യാദാ ചമക് രഹാ ഹെ. അപ്പോൾ ആ ഒരു നക്ഷത്രത്തിനും പണ്ടത്തെക്കാളും കൂടുതൽ തിളക്കമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഹമാരി ഭട്കൻ ഖത്തം ഹോ ഗയി ഹെ, क्या संसार के सारे शरणार्थी इस तरह अपने घर पहुंच पाते हैं? अपनी राय बताएं. അപ്പം ഞങ്ങളുടെ ഭട്കൻ എന്ന് വെച്ചാൽ അലച്ചില്, ഞങ്ങളുടെ ഈ ഒരു അലഞ്ഞു തിരിഞ്ഞിട്ടുള്ള ഈ ഒരു നടത്തം ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങളോടായിട്ട് ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ എല്ലാ ശരണാർത്ഥികൾക്കും ഇതുപോലെ തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയാറുണ്ടോ എന്ന്. നിങ്ങളുടെ റായ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്, അഭിപ്രായം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം
ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ എങ്ങനെയാന്ന് വെച്ചാൽ नहीं ज्यादातर शरणार्थी कभी भी अपने घर पहुंच नहीं पाते. ജ്യാദാത്തർ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി എന്നുള്ളതാണ്, കൂടുതലും ഭൂരിഭാഗവും എന്നുള്ള മെജോറിറ്റി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്താണ്, ശരണാർത്ഥികൾക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കാറില്ല പലപ്പോഴും. കുച്ച് ലോഗ് തോ യുദ്ധ കെ ബാദ് ഹി കിസി ബീമാരി കെ കാരൺ മർ ജാത്തെ ഹെ. കുറച്ച് ആളുകളൊക്കെ എന്താണ് യുദ്ധത്തിന് ശേഷം ഏതെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് മരിച്ചു പോകാറുണ്ട്. और कुछ तो बहुत भटकने के बाद भी अपने घर और परिवार को ढूंढ नहीं पाते. പിന്നെ കുറെ ആളുകൾക്ക് എന്താണ് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ കൂടിയും തങ്ങളുടെ വീടോ വീട്ടുകാരെയോ ढूंढ नहीं पाते അന്വേഷിക്കാനായിട്ട് കഴിയാറില്ല. क्योंकि उनके घर नष्ट हो चुके होते हैं और परिवार वाले भी जिंदा नहीं बचते. അപ്പൊ ചില ആളുകളുടെ കേസിൽ എന്താണ് അവരുടെ വീടും നശിച്ചു പോയിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്, പരിവാർ വാല എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ആണ്, ഫാമിലി മെമ്പേഴ്സും പലപ്പോഴും ജീവിച്ചിരിപ്പില്ലായിരിക്കും. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ പലർക്കും തിരിച്ച് വീട്ടിലോട്ട് പോവാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അത്രയാണ് ടെക്സ്റ്റ് ബുക്കിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. അപ്പം अपने घर वापस पहुंचने के लिए भाई बहन किन किन निशानों की याद करते हैं कहानी से ढूंढ कर लिखें. അപ്പോൾ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ भाई को उनके घर के आंगन में खड़े सनोबर का पेड़ याद था. ആ ആൺകുട്ടിക്ക് അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്നിരുന്ന പൈൻ മരം ഓർമ്മയുണ്ടായിരുന്നു. ഉസ്കി ശാഖാവും പർ ബാറ്റ്കർ ദോ പക്ഷി ഗാത്തേ ഥേ. അതിന്റെ ചില്ലകളിൽ എന്നും രാവിലെ രണ്ട് പക്ഷി വന്നിരുന്നിട്ട് പാടാറുണ്ട്. ബഹൻ കോ ഉസ് പേട് കെ പത്തോ കെ ബീച്ച് ചമക്താ ഹുവ താര ബി യാദ് ഥ. ആ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സഹോദരിക്ക് ആ മരത്തിന്റെ എന്താണ് ഇലകളുടെ ഇടയിലൂടെ തിളങ്ങിക്കൊണ്ട് കണ്ടിരുന്ന ആ ഒരു താര നക്ഷത്രം അതും ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. भाई बहन को अपने घर पहुंचाने में कईयों ने अपनी भूमिका निभाई है. ऐसे प्रसंग कहानी से चुनकर लिखे. അപ്പോൾ ഈ കുട്ടികളെ വീട്ടിലെത്തിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭൂമിക നിഭായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അപ്പം ऐसे प्रसंग कहानी से चुनकर लिखे. അത്തരം സന്ദർഭങ്ങൾ എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവരെ വീട്ടിലോട്ട് എത്താനായിട്ട് സഹായിച്ച കാര്യങ്ങൾ? ഗീത് ഗാനെ വാലെ ദോ ഛോട്ടെ പക്ഷിയോനെ രാസ്ത ദിഖായ. എന്താണ് പാട്ട് പാടുന്ന ആ രണ്ട് ചെറിയ പക്ഷികൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. രാസ്ത വഴി. रास्ते में पड़ी नदियां और झीलें पार करने के लिए उन्हें नाव मिल गई. വഴിയിൽ ഉണ്ടായിരുന്ന നദികളും പുഴകളൊക്കെ കടക്കാനായിട്ട്, പാർ കർണം എന്ന് വെച്ചാൽ ക്രോസ് ചെയ്യുക, അത് കടക്കാനായിട്ട് അവർക്ക് എന്താണ് നാവ്, വഞ്ചി കിട്ടി. സബ്സിയാ छीलने वाली लड़की ने अपनी माँ से कहकर कुछ खाने को दिया. ആ വെജിറ്റബിൾസ് പീൽ ചെയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അതിന്റെ അമ്മയോട് പറഞ്ഞിട്ട് എന്താണ് ഇവർക്കും കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുത്തു. ലോഗ് ഉൻഹെ ഖാനെ ഓർ रात बिताने के लिए जगह देते थे. ആളുകൾ ഈ കുട്ടികൾക്ക് താമസിക്കാനും കഴിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു. പേട് കി പത്തിയോ കെ ബീച്ച് സെ താര ചമക്താ രഹ. ആ മരത്തിന്റെ ഇലകളുടെ ഇടയിലൂടെ ഈ നക്ഷത്രം തിളങ്ങിക്കൊണ്ടേയിരുന്നു. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇവരെ വീട്ടിലോട്ട് എത്താനായിട്ട് സഹായിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സഹി മിലാൻ കറി, മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു കോളത്തില് പാത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, കഥാപാത്രം, കഥൻ, അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അതുപോലെ തന്നെ മനോഭാവം, അതിൽ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്, അങ്ങനെ 3 കോളമാണ് തന്നിട്ടുള്ളത്. തമ്മിൽ മാച്ച് ചെയ്യണം. അപ്പം ഭായിയോട് മാച്ച് ആവുന്നത് അബ് ഹമേ അപ്നാ ഘർ മിൽ ഗയാ ഹെ ഹമാരി ഭട്കൻ ഖത്തം ഹോ ഗയി ഹെ എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നമ്മുടെ വീട് കിട്ടിയിരിക്കുന്നു, നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു, നമ്മുടെ ഈ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഭായി പറഞ്ഞത്. എന്താണ് മനോഭാവം? സഫലത പർ ഖുഷി, എന്താണ് അവരുടെ വിജയത്തിലുള്ള സന്തോഷം. നെക്സ്റ്റ് അഭിഭാവക് പറഞ്ഞത് ഘർ ലോട്ടെ ഹുയെ തും മുസീബത്ത് മെഹി പടോഗെ. നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ എന്തായാലും ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് അഭിഭാവക് പറഞ്ഞത്. 3ാമത്തെ കോളത്തിൽ എന്ത് മനോഭാവമാണത്? ഭായി ബഹൻ കെ ഭവിഷ്യ പർ ആശങ്ക. ഈ കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആശങ്കയാണ് ഈ ഒരു വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. ഇനി ബഹൻ പറഞ്ഞത് എന്താണ്? ഭായി ഹം
ഖടി പഹാഡിയോ പർ കാസെ പहुंचेंगे. അപ്പം നമ്മൾ ഈ മൗണ്ടെയിൻസിലൊക്കെ എങ്ങനെ എത്തുമെന്നാണ് ചോദിച്ചത് ബഹൻ. അതിൽ നിന്ന് വരുന്ന മനോഭാവം രാസ്തേ കി ബാധാവോ കാ ഡർ, അതായത് ഇവർ പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന ബാധ, തടസ്സങ്ങളെ കുറിച്ചിട്ടുള്ള പേടി, അതാണ് ബെഹന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ലാസ്റ്റ് മാനായിട്ട് മാച്ച് ആവുന്നത് ആദ്യത്തെയാണ്. കഥൻ എന്നുള്ള കോളത്തിലെ ആദ്യത്തെ ബോക്സിലുള്ള ലൈൻസ് ആണ്. മുझे पता था कि आज कोई अच्छी बात होने वाली है. എനിക്കറിയായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന്. എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ജീവൻ മേ ഖുഷിയോ കെ ലോട്ട് ആനെ കി പ്രതീക്ഷ, ജീവിതത്തില് എന്താണ് സന്തോഷം തിരിച്ചു വരുന്നതിനുള്ള പ്രതീക്ഷ. അപ്പൊ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചരിത്ര പർ ടിപ്പണി ലിഖിയെന്നാണ്, ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. इस कहानी का कौन सा पात्र आपको अधिक पसंद आया, क्यों? कहानी के भाई के चरित्र पर टिप्पणी लिखे. അപ്പം ഈ ഒരു കഹാനിയിലെ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേൽ പറയുന്നത് ഭായിയുടെ ചരിത്രനെ കുറിച്ചിട്ട് ഒരു ടിപ്പണി എഴുതാനാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എനിക്ക് ഭായിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിപ്പണി തന്നെ ക്യോന്റെ ആൻസർ ആയിട്ടും എഴുതാനായിട്ട് പറ്റും, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം അതിന് ആൻസർ നോക്കാം. ചരിത്ര ചിത്രൻ, ഭായിയുടെ ചരിത്ര ചിത്രനാണ് ഇവിടെ തന്നിട്ടുള്ളത്. घर पेड़ और तारे की याद लोक कथा का मुख्य पात्र है एक छोटा लड़का भाई. वह छोटा होने पर भी बहुत ही धैर्यशाली लड़का है. അപ്പോൾ ഈ ഒരു ലോകകഥയിലെ ഘർ പേഡ് ഓർ താരെ കി യാദ് എന്ന് പറയുന്ന ലോകകഥയിലെ എന്താണ് പ്രധാന കഥാപാത്രമാണ് ഒരു ചെറിയ ആൺകുട്ടി. ബ്രാക്കറ്റിൽ ഭായി എന്ന് കൊടുത്തത് ഭായിയുടെ ചരിത്ര ചിത്രം എന്ന് എടുത്ത് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പം ആ ആൺകുട്ടി എന്താണ് ഛോട്ടാ ഹോനെ പർ ബി, ചെറിയ കുട്ടിയാണെങ്കിൽ കൂടിയും ബഹത് ഹി ധൈര്യശാലി ലഡ്ക ഹെ, വളരെയധികം ധൈര്യശാലി ആയിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. യുദ്ധ കെ ബാദ് വ और उसकी बहन अपने देश और अपने माँ बाप से बिछुड़कर किसी दूसरी जगह पहुंच गए थे. യുദ്ധത്തിന് ശേഷം ഈ ആൺകുട്ടിയും അവന്റെ സഹോദരിയും എന്താണ് തങ്ങളുടെ തങ്ങളുടെ രാജ്യവും അതുപോലെ തന്നെ തങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ അടുത്തുനിന്ന് ബിച്ചുഡ്കർ സെപ്പറേറ്റ് ആയിട്ട് ദൂസരി ജഗ പहुंच गए थे, വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിരുന്നു. इस लड़के ने भाई होने का फर्ज निभाते हुए अपनी बहन का पूरा ख्याल रखा. ഈ ആൺകുട്ടി എന്താണ് ചെയ്തത്? ഭായി ഹോനേക്ക, അതായത് സഹോദരൻ എന്നുള്ള ഫർസ് നിഭാത്തെ ഹുവേ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്തുകൊണ്ട്, ആ ഒരു ഉത്തരവാദിത്തം നല്ല രീതിയിൽ എടുത്തുകൊണ്ട് അപ്നി ബഹൻ കാ പൂറ ഖ്യാൽ റഖ, തന്റെ സഹോദരിയെ നല്ല രീതിയിൽ നോക്കി. ഖ്യാൽ റഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാല് കെയർ ചെയ്യുക, നന്നായിട്ട് കെയർ ചെയ്തു. അഭിഭാവകോനെ ബച്ചോ കാ ബഹുത് അച്ഛാ ख्याल रखा, फिर भी उनको हमेशा अपने देश घर और माँ बाप की याद आती थी. അപ്പം അവരെ കുറിച്ച് നല്ലത് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെയാണ് അഭിഭാവക് എന്ന് പറയുന്നത്, വെൽ വിഷേഴ്സ്. അവരെന്താണ് ചെയ്തത്? ഈ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ നോക്കുകയും വളർത്തുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും ഈ കുട്ടികൾക്ക് ഹമേഷ എപ്പോഴും അപ്നെ ഘർ, തങ്ങളുടെ വീട്, തങ്ങളുടെ ദേശ് രാജ്യം, അതുപോലെ തന്നെ അവരുടെ പേരൻസ് അമ്മയച്ഛനെ കുറിച്ചിട്ടൊക്കെയുള്ള ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു ഈ കുട്ടികൾക്ക്. इसलिए लड़के ने तय किया कि वे कुछ निशानों पर विश्वास करके अपने घर को ढूंढने निकल जाएंगे. അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടി തീരുമാനിച്ചു എന്താണ്, അവര് കുറച്ച് നിഷാൻ എന്ന് പറഞ്ഞ കുറച്ച് സയൻസ് ഒക്കെ സയൻസിൽ വിശ്വസിച്ചിട്ട്, സയൻസ് അല്ല കേട്ടോ സൈൻ, അതായത് കുറച്ച് ഹിൻസ് ഒക്കെ നോക്കിയിട്ട് അതിൽ വിശ്വസിച്ചിട്ട് അവര് എന്ത് ചെയ്യും, അവരുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് തീരുമാനിച്ചു. തയ് കർണ എന്ന് വെച്ചാൽ തീരുമാനിക്കുക. വ അപ്നി ബഹൻ കോ ലേക്കർ നിക്കൽ പട, അവൻ എന്താണ് ചെയ്തത്? തന്റെ സഹോദരിയുമായിട്ട് പുറപ്പെട്ടു. നിക്കൽ പട എന്ന് വെച്ചാൽ പുറപ്പെട്ടു. उसने ना तो अपनी बहन को भूखा रहने दिया और ना ही खुद भूखा रहा. അവൻ ഒരിക്കലും തന്റെ സഹോദരിയും വിശന്നിരിക്കാനായിട്ട് ഇടവരുത്തിയിട്ടില്ല, സ്വയവും വിശന്നിരുന്നിട്ടില്ല. ഹർ ബാർ ഉസ്നെ ഖാനെ കെ ലിയെ കോയി റാസ്ത നിക്കാല, എല്ലാ പ്രാവശ്യവും അവൻ എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചു. ജബ് ബി ഉസ്കി ബഹൻ കോ ഡർ ലഗ്താ था कि कहीं वे लोग रास्ता भटक तो नहीं गए, तब उसने बहन को विश्वास दिलाया कि सब ठीक ही होगा. എന്താണ്
ഓരോ പ്രാവശ്യവും അവന്റെ സഹോദരിക്ക് പേടി തോന്നി. എന്താണ്? കഹി വേ ലോഗ് രാസ്ത ഭട്ടക് തോ നഹി ഗയെ, നമുക്ക് വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ എന്ന്. രാസ്ത ഭട്ടക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റുക. അങ്ങനെ തെറ്റിയോ എന്നിങ്ങനെ പേടിക്കുന്ന സമയത്ത് ഉസ്നെ ബഹൻ കോ വിശ്വാസ് ദിലായ, അവൻ എന്താണ് ബഹന് ഉറപ്പ് കൊടുത്തു. കി സബ് ठीक ही होगा, എല്ലാം ശരിയാകും എന്ന്. ഉസേ പൂരാ ഭരോസാ था कि उनके सामने जो दो पंछी गा रहे थे वे वही पंछी है जो उनके घर आते थे. ആ ആൺകുട്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ് ഭരോസ എന്ന് വെച്ചാൽ ഉറപ്പുണ്ട് അല്ലെങ്കിൽ വിശ്വാസമുണ്ട്. അവന്റെ മുന്നിൽ പാടിക്കൊണ്ടിരുന്ന ആ രണ്ട് പഞ്ചി, ഇവിടെ പഞ്ചി എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് പക്ഷി എന്നായാലും എഴുതാട്ടോ, കുഴപ്പമില്ല, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പം രണ്ട് പക്ഷികൾ അവരുടെ മുന്നിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ആ പക്ഷികൾ അവരുടെ വീടിന്റെ മുന്നിലുള്ള ആ ഒരു മരത്തിൽ വന്ന് പാടിക്കൊണ്ടിരുന്ന പക്ഷികൾ തന്നെയാണ് എന്ന് അവന് उरपुंडायरुन्नु. आत्मविश्वास के साथ आगे बढ़ने पर प्रकृति और आसपास के लोगों से भी उन्हें संकेत और സഹായത മിൽത്തേ ഗയേ. എന്താ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്നും അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നും അവർക്ക് ഒരുപാട് സിഗ്നൽസ് അല്ലെങ്കിൽ സയൻസ് കിട്ടിക്കൊണ്ടേയിരുന്നു, സഹായങ്ങൾ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇൻ സബ്കോ ലഡ്കിയെ അച്ഛേ സെ പെഹച്ചാന, പെഹച്ചാന എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതെല്ലാം ഈ ഒരു ആൺകുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കി, ഐഡന്റിഫൈ ചെയ്തു. ഓർ ആഖിർ അപ്നി ബഹൻ കെ സാത്ത്, എന്നിട്ട് ആഖിർ അവസാനം തന്റെ ബഹനോടൊപ്പം തന്റെ സഹോദരിയോടൊപ്പം अपने घर और बूढ़े माँ बाप के पास पहुंच ही गया. തന്റെ വീടും അതുപോലെ തന്നെ തന്റെ പ്രായം ചെന്ന, ബൂഢെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം ചെന്നിട്ടുള്ള ഈ അമ്മയുടെയും അച്ഛന്റെയും പാസ് അടുത്ത് पहुंच ही गया, എന്താണ് എത്തി. कभी हार न मानने का मनोभाव ही इस कहानी के भाई की सबसे बड़ी विशेषता है. ഒരിക്കലും തോൽവി സമ്മതിക്കുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവമാണ് ഈ ഒരു കഹാനിയിലെ, ഈ ഒരു കഥയിലെ എന്താണ് ഭായിയുടെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത്. ബഡീന്ന് ഇങ്ങനെയല്ല കേട്ടോ എഴുതുക, ബഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംവാദ് ലിഖേ എന്നാണ് പറയുന്നത്. കോൺവെർസേഷൻ എഴുതാനാണ്. ബഹുത് ഭട്ടക്നെ കെ ബാദ് ഭായി ബഹൻ അപ്നെ മാതാ പിതാ സെ മിൽ സക്കെ, ഇസ് പ്രസംഗ് കാ സംവാദ് ലിഖേ ഓർ കക്ഷാ മേ റോൾ പ്ലേ പ്രസ്തുത് കരേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം എന്താണ് ഈ രണ്ട് കുട്ടികളും അവരുടെ വീട്ടിലേക്ക് എത്തി, അവരുടെ പാരന്റ്സിനെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു പ്രസംഗം എന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സാഹചര്യത്തിലുള്ള ഇവരുടെ കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് അത് റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ്. സംവാദം നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, സംവാദ് അതുപോലെ തന്നെ വാർത്താലാപ്, ബാത്ചീത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ സംവാദം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഭായി ദേഖോ ബഹൻ കുച്ച് ദൂരി പർ ഹമാരാ ഘർ ദിഖ് രഹാ ഹെ. അപ്പൊ ഭായി പറയാണ്, നോക്ക് ബഹൻ കുറച്ച് ദൂരത്ത് നമ്മുടെ വീട് കാണപ്പെടുന്നുണ്ട്, കാണാനായിട്ടുണ്ട് എന്ന്. ബഹൻ ഹാ വ ഹമാരാ ഘർ ഹി ഹെ, അത് നമ്മുടെ വീട് തന്നെയാണ്. ഭായി ആഖിർ ഹംനെ അപ്നാ ഘർ ഡൂണ്ട് ഹി ലിയ, നോക്കൂ നമ്മൾ അവസാനം നമ്മളുടെ വീട് കണ്ടുപിടിച്ചു എന്ന് പറയാണ്. ബഹൻ ഹാ ഭായി ഹം അപ്നെ ഘർ പहुंच ഗയേ, ഭായി നമ്മള് നമ്മുടെ വീട്ടിൽ എത്തി എന്ന് പറയാണ്. ഭായി മേ ആജ് ബഹുത് ഖുഷ് ഹൂം, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്, വളരെ സന്തുഷ്ടനാണ്. ബഹൻ മേ ഭി, ഞാനും. ഭായി ചലോ പാസ് ചൽക്കെ മാ പാപ്പാക്കോ ദേഖ്തേ ഹെ, അപ്പൊ ഭായി പറയാണ് വരൂ നമുക്ക് അടുത്ത് പോയിട്ട് അമ്മയും അച്ഛനെയും കാണാമെന്ന്. ബഹൻ ഹാ ചൽത്തേ ഹെ, നമുക്ക് പോകാം. ഭായി ദേഖോ മാ പാപ്പ കിത്നെ ബൂഢേ ഹോ ഗയേ ഹെ, അങ്ങനെ സഹോദരൻ പറയാണ് നോക്ക് അമ്മയും അച്ഛനൊക്കെ അവർക്ക് രണ്ടുപേർക്കും വയസ്സായി എന്ന്. ബഹൻ വേ ബഹുത് ഥക്കേ ഹുവേ ബി ലഗ് രഹേ ഹെ, അവര് വളരെ ഥക്കേ ഹുവേ എന്ന് വെച്ചാൽ ക്ഷീണിതരാണ് എന്നും തോന്നുന്നുണ്ട്. ഭായി ചലോ ഉൻസെ ജാക്കെ മിൽത്തേ ഹെ, വരൂ നമുക്ക് അവരെ പോയിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറയാണ്. ബഹൻ മേ തോ ഉൻകോ കസ്കർ ഗലേ ലഗാവുങ്കി, ഞാൻ അവരെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുമെന്ന്. ഗലേ ലഗാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹഗ് ചെയ്യുക എന്നാണ്, കെട്ടിപ്പിടിക്കുക. ഭായി ഹാ ഹാ വേ ഭി ഇസി ദിൻ കാ ഇന്തസാർ കർ രഹേ ഹോങ്കെ, അതെ അതെ അവരും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും എന്നാണ് ഭായി പറയുന്നത്. ഇന്തിസാർ കർണാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. പ്രതീക്ഷ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, പ്രതീക്ഷ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഇന്തിസാർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഒന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊരു സന്ദർഭം എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് കോൺവെർസേഷൻ എഴുതാം. പക്ഷെ ഇനിയിപ്പോൾ ഇവർ പോയിട്ട് ഇവരുടെ പേരൻസിനെ മീറ്റ് ചെയ്യുന്നു, അങ്ങനെ അവരിനായിട്ട് സംസാരിക്കുന്നതൊക്കെ, ഏതെങ്കിലും ഒരു പാരന്റിനായിട്ടൊക്കെ സംസാരിക്കുന്ന
സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ അത് സ്റ്റോറിയുടേതായ രീതിയിൽ എഴുതേണ്ടതായിട്ട് വരും കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത് എന്ന്. അപ്പം സ്റ്റോറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരിക്കണം. അത്രയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വാക്യോ കെ രേഖാങ്കിത് ശബ്ദോ പർ ധ്യാൻ ദേ. ഇനി താഴെ തന്നിട്ടുള്ള സെന്റൻസസിലെ രേഖാങ്കിത് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ബത്തായി രേഖാങ്കിത് ശബ്ദോ കാ സംബന്ധ് വാക്യ കെ കിസ് ശബ്ദ സെ ഹെ. എന്നിട്ട് പറയേണ്ടത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിലെ അതിന്റെ ബന്ധം ഈ ഒരു സെന്റൻസിലെ ഏത് വാക്കിനായിട്ടാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നോക്കാം. മേ തുംഹെ ലേ ജാऊंगा. ജാऊंगा എന്നുള്ള വാക്കിന് ഈ ഒരു സെന്റൻസിൽ ഏത് വാക്കായിട്ടാണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. മേ എന്നുള്ള വാക്കായിട്ടാണ്. കാരണം ലേ ജാऊंगा എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകും. അതുകൊണ്ടാണ് മേ എന്ന് വരുന്നത്. രണ്ടാമത്തെ സെന്റൻസ് തും അപ്ന ഘർ കാസെ പെഹചാനോഗെ. പെഹചാനോഗെ എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. കാസെ പെഹചാനോഗെ, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? തും അപ്ന ഘർ കാസെ പെഹചാനോഗെ. അപ്പൊ ഇവിടെ ആരാണ് ഐഡന്റിഫൈ ചെയ്യണത്? തുമ്മാണ്. നീ എങ്ങനെയാണ് നിന്റെ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ അർത്ഥം. നെക്സ്റ്റ് ഹം കിസി തര പഹുച്ച് ജായെങ്കെ. പഹുച്ച് ജാന എന്ന് വെച്ചാൽ എത്തുക. ആരാണ് എത്തുന്നത്? ഹം. അപ്പം ഹമ്മിനെ ആയിട്ടാണ് ജായെങ്കെ എന്ന് പറയുന്ന വാക്കിന് എന്താണ് ബന്ധമുള്ളത്. കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. മിൽ ഹി ജായേഗ എന്ന് പറഞ്ഞാൽ കിട്ടും. കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ വീട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്കിനായിട്ട് ബന്ധമുള്ള വേർഡ് ഈ സെന്റൻസിൽ ഏതാണ്? ഘർ. കാരണം എന്ത് കിട്ടും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്? വീട്. പേട് കെ ബീച്ച് സെ താര ദിഖായി ദേഗ. ദിഖായി ദേഗ, കാണപ്പെടും. എന്ത്? താര. അപ്പം താര എന്നുള്ളതാണ് ഈ ദേഗയുമായിട്ട് ബന്ധമുള്ള വാക്ക്. വ ഭാഷ സുനായി ദേഗി. സുനായി ദേഗി, കേൾക്കപ്പെടും. എന്ത് കേൾക്കപ്പെടും? ഭാഷ. അപ്പൊ എന്തിനായിട്ടാണ് ബന്ധം? ഭാഷ എന്നുള്ള വാക്കിനായിട്ടാണ് ദേഗി എന്ന വാക്കിന് ബന്ധം. ഓക്കെ, അതൊക്കെ കുറച്ച് പ്രാക്ടീസിലൂടെ വരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിലേത്. പട്കഥ കി ദൃശ്യ കെ ഇസ് നമൂനെ പർ ധ്യാൻ ദേ. അപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ്, പട്കഥ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആണ്. അതിലെ ഒരു ദൃശ്യം തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ തന്നിട്ടുള്ള ഇതിന്റെ മീനിങ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറീനെ ഒരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റേണ്ടത് നമുക്ക് അറിയണം. അപ്പം ഇവിടെ ദൃശ്യ ഏക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പഹാടി രാസ്ത ഷാം കാ സമയം എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമയം എപ്പോഴാണ് നടക്കുന്നത്, അത് സ്റ്റോറിയിൽ ആ ഒരു സമയം പറയുന്നുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണപ്പെടുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കത്തിക്കരിഞ്ഞിട്ടുള്ള പഴയ ബിൽഡിങ്സ് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടീനെ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. പെൺകുട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും ചെല്ലുന്നുണ്ട്. അവരുടെ പ്രായം ഏതാണ്ട് എത്രയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് താഴെ കോൺവെർസേഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ദോനോ ബച്ചെ റസോയി കി ഓർ ചലത്തെ ഹെ എന്ന് പറയുന്നുണ്ട്. രണ്ട് കുട്ടികളും കിച്ചണിന്റെ അവിടേക്ക് പോകുന്നു. അപ്പം നിങ്ങളോട് പറയുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അബ് കഹാനി കെ കിസി മാർമിക് പ്രസംഗ് പർ പട്കഥ കാ എക് ദൃശ്യ ലിഖേ എന്നാണ്. അപ്പോ ഈ ഒരു സ്റ്റോറിയിലെ ഒരു മാർമിക് പ്രസംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു പ്രസംഗ്, ഒരു സന്ദർഭം എടുക്കുക, എന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു പട്കഥ, ഒരു സ്ക്രിപ്റ്റ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ വേണം, പക്ഷെ കോൺവെർസേഷന്റെ മുൻപും അതിന് ശേഷവും ആ സന്ദർഭത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. പിന്നെ സ്ഥലത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കണം, സമയവും സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ആൻസർ കൃത്യമായിട്ട് നോക്കാം. അപ്പൊ ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മോഡല് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. दृश्य एक शाम का समय, इवनिंग टाइम ആണ്. एक पुराना घर जिसके अंदर एक बूढ़ा आदमी और उनकी पत्नी बैठे हैं, वे दोनों उदास लग रहे हैं. അപ്പോൾ സീൻ എന്താണ് സീൻ എന്നുള്ളതാണ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. ഒരു പഴയ വീട്, ആ വീട്ടില് അതിന്റെ ഉള്ളിലായിട്ട് ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരിക്കുന്നുണ്ട്. വേ ദോനോ ഉദാസ് ലഗ് രഹേ ഹെ, അവർ രണ്ടുപേരും വിഷമിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അച്ചാനക് സെ ദർവാസ ഖുൽത്താ ഹെ, എന്താണ് പെട്ടെന്ന് ആ ഡോറ് ഓപ്പൺ ചെയ്യപ്പെടുന്നു. ഓർ ഏക് 13 साल का लड़का और 11 साल की लड़की दिखते हैं, ഒരു 13 വയസ്സുള്ള ആൺകുട്ടിയും ഒരു 11 വയസ്സുള്ള പെൺകുട്ടിയും അവിടെ കാണപ്പെടുന്നു. അതാണ് സീൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ലഡ്ക ക്യാ ഹമേ കുച്ച് ഖാനെ കെ ലിയെ മിലേഗ. അപ്പൊ ആൺകുട്ടി ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടുമോ എന്ന്. ആദ്മി पास आओ बच्चों, अगर हमारे बच्चे हमारे पास होते तो बिल्कुल तुम्हारे जैसे സുന്ദർ ഹോത്തെ. അങ്ങനെ കുട്ടികളോട് പറയാണ് അവരുടെ അടുത്തോട്ട് വരാനായിട്ട്. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ സൗന്ദര്യമുള്ളവരായിരുന്നിരിക്കും അവർ എന്ന് പറയാണ്. എന്നിട്ട് ഞാൻ ഇതിലിടയിൽ ഒരു സീനും കൂടെ കയറ്റിയിട്ടുണ്ട്, കാരണം സ്റ്റോറിയിൽ അങ്ങനെ പറയുന്നതുകൊണ്ട്. ब्रैकेट बूढ़े आदमी और औरत की आंखें भर आती है, बच्चों से भी रहा नहीं गया, वे भी रोते हुए उस आदमी और औरत को गले लगाकर रोने लगते हैं. അപ്പോൾ എന്താണ് ഈ പ്രായം ചെന്ന ഈ ഒരു മനുഷ്യനും അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീയും അവരുടെ ആഖെ ബർ ആത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ബച്ചോ സെ ബി റഹാ നഹി ഗയ, കുട്ടികൾക്കും പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. വേ ബി റോത്തെ ഹുവേ ഉസ് ആദ്മി ഓർ ഓറത് കോ ഗലേ ലഗാക്കർ റോനെ ലഗ്തേ ഹെ, അവരും എന്താണ് കരഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീയെയും അവിടെയുള്ള ഒരു പുരുഷനെയും ഗലേ ലഗാക്കർ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് കരയാനായിട്ട് തുടങ്ങുകയാണ്. ലഡ്കി ഹം ഹി ആപ്കെ ബച്ചേ ഹെ ഹം ലോട്ട് ആയേ ഹെ. അപ്പൊ ഈ പെൺകുട്ടി പറയാണ് ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കൾ, ഞങ്ങൾ ലോട്ട് ആയേ ഹെ എന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ലഡ്ക ഹം സനോബർ കെ പേഡ് സെ ഹി അപ്നെ ഘർ കോ പെഹചാൻ ഗയേ ഥേ. ഞങ്ങൾക്ക് ഈ ഒരു പൈൻ മരം വെച്ചിട്ട് തന്നെ എന്താണ് വീട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. औरत मुझे पता था कि आज कोई अच्छी बात होने वाली है. ആ ഒരു സ്ത്രീ പറയാണ് എനിക്ക് അറിയാമായിരുന്നു എന്താണ് ഇന്ന് എന്തെങ്കിലും നല്ലത് നടക്കാൻ പോകുന്നുണ്ട് എന്ന്. മാതാ പിതാ की आंखें छलक पड़ती है और वे दोनों बच्चों के गालों को चूमते हैं. അങ്ങനെ ഈ പേരൻസിന്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്. എന്നിട്ട് അവര് കുട്ടികളുടെ ഗാലൂക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിളിനെ ചൂമത്തേ ഹെ, കവിളില് കിസ് ചെയ്യാണ്, കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിലെ ഈ ദൃശ്യം അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സന്ദർഭം ചൂസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എൻഡിങ് ആണ്. അപ്പൊ അതിൽ കുറച്ച് ഇമോഷണൽ ആയ ഒരു ഭാഗമായതുകൊണ്ടാണ് 1-2 സ്ഥലത്ത് നമ്മൾ സിറ്റുവേഷൻ ആഡ് ചെയ്തേക്കണം കോൺവെർസേഷന്റെ ഇടയിൽ. നിങ്ങൾ ഏതെങ്കിലും ചെറിയൊരു പോർഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഇടയിൽ ആഡ് ചെയ്തിട്ടുള്ള സംഭവം ആഡ് ചെയ്യാതെ 2-3 കോൺവെർസേഷനിലൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. എന്നിട്ടാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് പറയുക. ഇപ്പം ഇവിടെയാണെങ്കിൽ ബൂഢ ആദ്മിയുണ്ട്, അദ്ദേഹത്തിന്റെ പത്നിയുണ്ട്, അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ ഏതാണ്ട് ഉള്ള പ്രായം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷമാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.